കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം ഇന്നാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന താരലേലത്തിന്റെ പട്ടികയിൽ 168 കളിക്കാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രിയദർശനും കീർത്തി സുരേഷും ജോസ് തോമസ് പട്ടാരയുമാണ് തലസ്ഥാനത്തെ ടീമായ ട്രിവാൻഡ്രം റോയൽസിന്റെ ഉടമകൾ. അപ്പോൾ IPL മാതൃകയിൽ തന്നെ കേരളത്തിലും ക്രിക്കറ്റ് ലീഗ് വരുന്നു എന്ന് മാത്രമല്ല, IPL മാതൃകയിൽ തന്നെ ഉടമസ്ഥാവകാശത്തിനായി മത്സരിക്കുന്നവരിൽ സിനിമക്കാരും, സിനിമാ സംവിധായകൻ പ്രിയദർശനുണ്ട്, കീർത്തി സുരേഷ് ഉണ്ട്, വ്യവസായിയായ ജോസ് തോമസ് പട്ടാരയുണ്ട്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്താണ്, എന്തൊക്കെയാണ് വിശദ വിവരങ്ങൾ? ദുർഗാലക്ഷ്മി ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ദുർഗ, അങ്ങനെ കേരളത്തിനും ഒരു ലീഗ്, പ്രീമിയർ ലീഗ് അല്ല എങ്കിൽ പോലും പ്രീമിയർ ലീഗിന് തുല്യമായ ഒരു ലീഗാണ് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും പ്രദീപ്, IPL മാതൃകയിൽ തന്നെയാണ് KCL, അതായത് കേരള ക്രിക്കറ്റ് ലീഗ് തുടങ്ങുന്നത്. അതായത് BCCIയുടെയും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെയും നേതൃത്വത്തിലാണ് കേരള ക്രിക്കറ്റ് ലീഗ് കൊണ്ടുവരുന്നത്. ക്രിക്കറ്റിനെ കുറച്ചുകൂടെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഇത് തുടങ്ങുന്നത്. അത് മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി വരുന്ന KCLൽ 6 ജില്ലകളിൽ നിന്നാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളുടെ ടീമാണ് KCLിലുള്ളത്. ലേലത്തിൽ ഇന്ന് 168 പ്ലെയേഴ്സിനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 120 താരങ്ങളെയാണ് സെലക്ട് ചെയ്യുന്നത്. ലേലം തിരുവനന്തപുരം ഹയാത്ത് റീജിയൻസിൽ രാവിലെ 10 മണിക്കാണ് ലേലം നടക്കുന്നത്. കളി സെപ്റ്റംബർ 2 മുതൽ 19 വരെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ഈ പറഞ്ഞതുപോലെ 168 താരങ്ങളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 120 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. ലേലത്തിലെ 3 വിഭാഗങ്ങളായിട്ടാണ് ഇവരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതായത് കാറ്റഗറി A, B, C. കാറ്റഗറി A എന്ന് പറയുമ്പോൾ IPLും രഞ്ജി ട്രോഫിയും കളിച്ച താരങ്ങളാണ്. അതുപോലെ അവർക്ക് 2 ലക്ഷം രൂപയോളമാണ് അവരുടെ ഇത് സാലറി, അല്ലെങ്കിൽ അവർക്ക് ഇട്ടേക്കുന്ന തുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാറ്റഗറി B എന്ന് പറയുമ്പോൾ CK നായിഡു കപ്പ്, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലെ Under-23, Under-19 കളിച്ച കളിക്കാരും, കാറ്റഗറി C എന്ന് പറയുമ്പോൾ സംസ്ഥാന തലത്തിൽ Under-16, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പ്ലെയേഴ്സും ക്ലബ് പ്ലെയേഴ്സും ഒക്കെ കളിക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ക്ലബ് പ്ലെയേഴ്സിനൊക്കെ വളരെ നല്ലൊരു അവസരം തന്നെയാണിത്. കാരണം IPL പോലുള്ള വലിയ അന്താരാഷ്ട്ര IPL പോലുള്ള കളികളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര കളികളും ഒക്കെ കളിച്ച കളിക്കാരോടൊപ്പം കളിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള താരങ്ങൾക്ക് വലിയൊരു പിന്തുണ തന്നെയാണ് നൽകുന്നത്. അതുപോലെ തന്നെ പ്രധാന കളിക്കാരെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് PA അബ്ദുൾ ബസീദ്, സച്ചിൻ ബേബി, മുഹമ്മദ് അസറുദ്ദീൻ, ബേസിൽ തമ്പി, വിഷ്ണു വിനോദ്, രോഹൻ എസ് കുന്നുമൽ എന്നുള്ള ഇത്രയും പേരെയാണ് പ്രധാന കളിക്കാരെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായി പറയേണ്ടത് പ്രിയദർശനം ജോസ് തോമസ് പട്ടോറയും അതുപോലെ തന്നെ കീർത്തി സുരേഷും നയിക്കുന്ന ട്രിവാൻഡ്രം റോയൽസ് ആണ്. അത് ട്രിവാൻഡ്രം റോയൽസ് തലസ്ഥാനത്തിന്റെ ടീമാണ്. PA അബ്ദുൾ ബാസിദാണ് ട്രിവാൻഡ്രം റോയൽസിന്റെ പ്രധാന കളിക്കാരൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ സോഹൻ റോയ് നയിക്കുന്ന കൊല്ലം സെയിലേഴ്സ് പ്രധാന കളിക്കാരൻ എന്ന് പറയുന്ന സച്ചിൻ ബേബിയാണ്. കൺസോൾ ഷിപ്പിംഗ് സർവീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ആലപ്പുഴ റിപ്പിൾസ് ആണ് ആലപ്പുഴയുടെ ടീം. അതിലെ പ്രധാന കളിക്കാരൻ എന്ന് പറയുന്നത് മുഹമ്മദ് അസറുദ്ദീനാണ്. എനിഗ്മാറ്റിക് സ്മൈൽസ് റിവാർഡ്സ് നയിക്കുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് എറണാകുളത്തിന്റെ ടീം. പ്രധാന കളിക്കാരൻ ബേസിൽ തമ്പിയാണ്. ഫൈനസ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് തൃശ്ശൂർ ടൈറ്റൻസ് നയിക്കുന്ന തൃശ്ശൂർ ടൈറ്റൻസ് ആണ് അടുത്ത ടീം എന്ന് പറയുന്നത്. പ്രധാന കളിക്കാരൻ വിഷ്ണു വിനോദാണ്. അതുപോലെ തന്നെ EKK ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നയിക്കുന്ന കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് ആണ് നമ്മുടെ കോഴിക്കോടിന്റെ ടീമിനെ പ്രതിനിധീകരിക്കുന്നത്. അത് പ്രധാന കളിക്കാരൻ രോഹൻ എസ് കുന്നുമലാണ്. അപ്പോൾ ഇതിത്രയാണ് നമ്മുടെ ടീമിന്റെ വിവരങ്ങൾ എന്ന് പറയുന്നത്. ഈ 6 ടീമുകളിലേക്കായി 120ഓളം പ്ലെയേഴ്സാണ് ഇന്ന് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നലെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഗോ പ്രകാശനം ചെയ്തിരുന്നു. സഞ്ജു സാംസൺ ആണ് അത് പ്രകാശനം ചെയ്തത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ ഏറ്റവും നന്നായി കളിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരിൽ കൂടുതൽ പ്രചോദനം നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് BCCI ഇത് നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ഒരു താരലേലത്തെ നോക്കി കാണുന്നതെന്ന്. അതായത് ഈ വളർന്നു വരുന്ന താരങ്ങൾ IPL കൊണ്ടുണ്ടായ ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് ഈ രാജ്യാന്തര തലത്തിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദമുണ്ട്. അതുപോലെ രാജ്യാന്തര ഇനി ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ എത്ര തന്നെ മികവ് തെളിയിച്ച ഒരു കളിക്കാരനാണെങ്കിലും രാജ്യാന്തര മത്സരത്തിന്റെ ഒരു സമ്മർദ്ദം, രാജ്യാന്തര നിലവാരമുള്ള കളിക്കാരും ഒപ്പമുള്ള മത്സരം, ഒപ്പമോ അവർക്കെതിരെയോ മത്സരിക്കുന്നതൊക്കെ നൽകുന്ന
ഒരു എക്സ്പീരിയൻസ്, അനുഭവ സമ്പത്ത്, അതായത് മാച്ച് പ്രാക്ടീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാച്ച് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ്. ഇന്ത്യയിലെ കളിക്കാരുടെ ഇന്ന് ഈ മുൻനിരയിൽ നിൽക്കുന്ന യുവ താരങ്ങളുടെ വിജയത്തിന് പിന്നിലുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് IPL രാജ്യാന്തര തലത്തിലുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാർക്കൊപ്പം കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സമാന രൂപത്തിലാണ് സംസ്ഥാനങ്ങളിലേക്കും ഇത്തരം ക്രിക്കറ്റ് ലീഗ് വരുന്നത്. അതായത് ജൂനിയർ ലെവൽ തൊട്ട് കളിച്ചു വരുന്ന താരങ്ങൾക്ക് അല്ലെങ്കിൽ യുവ താരങ്ങൾക്ക്, വളർന്നു വരുന്ന താരങ്ങൾക്ക് മുൻനിര താരങ്ങൾക്കൊപ്പവും അവർക്കെതിരെയും മത്സരിച്ച് തെളിയാനുള്ള അവസരം ഒരുക്കുന്നു. എന്തായാലും കേരളത്തിന്റെ ക്രിക്കറ്റ് ലീഗിനായി നമുക്ക് കാത്തിരിക്കാം.